أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نهلك الأولين ثم نتبعهم الآخرين كذلك نفعل بالمجرمين ويل يومئذ للمكذبين. ألم نخلقكم من ماء مهين ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുർസലാത്തിലെ 16 മുതൽ 24 കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നുഹ്ലിക്കിൽ അവ്വലീൻ. അലം നുഹ്ലിക്, നാം നശിപ്പിച്ചിട്ടില്ലേ, അൽ അവ്വലീൻ, മുമ്പ് വന്നയാളുകളെ അഥവാ മുൻഗാമികളെ നാം നശിപ്പിച്ചിട്ടില്ലേ. സുമ്മ, പിന്നെ, നുതിബഉഹും, അവരെ നാം പിന്തുടരിപ്പിക്കും, അവരെ പിന്തുടർന്നു വരും. അൽ ആഖിരീൻ, പിൻഗാമികളെ. ശേഷം നാം അവരെ പിൻഗാമികളെ കൊണ്ടുവരികയും ചെയ്യും. കദാലിക, അപ്രകാരം, നഫ്അലു, നാം ചെയ്യും, ബിൽ മുജ്രിമീൻ, പാപികളോട്. അപ്രകാരമാണ് നാം പാപികളോട് പ്രവർത്തിക്കുക. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. വൈലുൻ, നാശം, യൗമഇദിൻ, അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീൻ, സത്യനിഷേധികൾക്കാകുന്നു അന്നത്തെ എല്ലാ നാശവും. അലം നഖ്ലുക്കും മിൻ മാഇൻ മഹീൻ. അലം നഖ്ലുക്കും, നാം അവരെ സൃഷ്ടിച്ചില്ലയോ, മിൻ മാഇൻ മഹീൻ, വെറും വെള്ളത്തിൽ നിന്ന്, ഒരു വിലയുമില്ലാത്ത വെള്ളത്തിൽ നിന്ന് നാം അവരെ സൃഷ്ടിച്ചില്ലയോ. ഫജഅൽനാഹു, അങ്ങനെ നാം അവരെയാക്കി, ഫീ ഖറാരിൻ മക്കീൻ, ഭദ്രമായ ഒരു സ്ഥലത്ത്. ഫജഅൽനാഹു, നാം അവരെ അഥവാ അതിനെ നാം ആക്കി, ഫീ ഖറാരിൻ മക്കീൻ, ഒരു ഭദ്രമായ ഒരു സ്ഥാനത്ത്. ഇലാ ഖദരിൻ മഅലൂം. ഇലാ ഖദരിൻ, ഒരു കണക്ക് വരെ, മഅലൂം, നിശ്ചിതമായ ഒരു നിശ്ചിത കണക്ക് വരെ നാം അവരെ ഭദ്രമായ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു. ഫഖദർന, നാം ആണ് കണക്കാക്കുന്നവൻ. ഫനിഅമൽ ഖാദിറൂൻ, എത്ര നല്ല വിധിയെഴുത്തുകാരനാകുന്നു നാം എത്ര നല്ല കണക്ക് കൂട്ടുന്നവനാകുന്നു. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. വൈലുൻ, നാശം, യൗമഇദിൻ, അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീൻ, അള്ളാഹുവിനെ കളവാക്കുന്നവർക്കാകുന്നു, സത്യനിഷേധികൾക്കാകുന്നു അന്നത്തെ ദിവസം എല്ലാ നാശവും. കഴിഞ്ഞ ആയത്തുകളിൽ വിധി നിർണയിക്കുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചും, യൗമുൽ ഫസ്ല്, നിഷേധികളെയും സത്യവിശ്വാസികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചുമൊക്കെ സൂചന നൽകുകയുണ്ടായി. ഇവിടെ അലം നുഹ്ലിക്കിൽ അവ്വലീൻ, നാം മുൻഗാമികളെ നശിപ്പിച്ചില്ലേ. സുമ്മ നുതിബിഉഹുൽ ആഖിരീൻ, പിന്നെ പിൻഗാമികളെ അവരെ
പിന്തുടരാൻ നിർബന്ധിക്കുകയും ചെയ്തില്ലേ? ഇവിടെ മുൻഗാമികൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ, അതേപോലെ തന്നെ ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ, അതേപോലെ സമൂദ് ഗോത്രത്തിൻ്റെ ഒക്കെ അവസ്ഥ. ആ ആളുകളെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതാണ്. ലൂത്ത് നബിയുടെ സമുദായത്തെയും നൂഹ് നബിയുടെ സമുദായത്തെയും സമൂദ് ഗോത്രത്തെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതാണ്. അത് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടൊക്കെ അവർക്ക് അറിവുള്ളതുമാണ്. എന്നിട്ട് പറയുന്നത് അവരെ പിൻഗാമികളെ നാം അതിനെ പിന്തുടർത്തുന്നു എന്നാണ്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെയും അതിന് ശേഷമുള്ള ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ ശിക്ഷക്ക് പാത്രമാക്കും. വേണ്ടി വന്നാൽ അവരെയും നമ്മൾ ഇതുപോലെ ശിക്ഷിക്കും എന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിലും അവർ ദീനിൻ്റെ മാർഗത്തിലേക്ക് വരാനുള്ള സാധ്യത അതുകൂടി അവരെ പഠിപ്പിക്കുകയാണ്. കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ, അപ്രകാരമാണ് നാം പാപികളോട് പ്രവർത്തിക്കുക. ഖുറൈശികളായ നിഷേധികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുമാറിയതിനെക്കുറിച്ച് ആകാം ഇത്. അവരുടെ കാര്യത്തിൽ മുൻഗാമികൾക്കുണ്ടായിട്ടുള്ളത് പോലുള്ള ഒരു ശിക്ഷ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. നീ അവരിൽ ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു വച്ചിട്ടുമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇത് അവർക്ക് ലഭിച്ച മരണശിക്ഷ ആയിക്കൂടാ എന്നും ബദറിൽ ഖുറൈശികൾക്ക് സംഭവിച്ചതുപോലുള്ള പലതും അവർക്ക് വന്നുപെട്ടതിനെ സംബന്ധിച്ചുമൊക്കെ ഒരു പുനരാലോചന ആ ആളുകൾക്ക് വരുത്താനും ഇത് കാരണമായിട്ടുണ്ട്. പിന്നീട് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് അലം നഖ്ലുക്കും മിൻ മാഇൻ മഹീൻ, ഒരു നിസ്സാരമായ വെള്ളത്തിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചു. ആ നിസ്സാരമായ വെള്ളം എന്ന് പറയുന്നത് ബീജവും അണ്ടവുമൊക്കെ അടങ്ങിയിട്ടുള്ള സംഗതി തന്നെയാണ്. അതിൽ നിന്ന് ആണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പിന്നീട് പറയുന്നു ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ, ഒരു ഭദ്രമായ സ്ഥാനത്ത് നാം അതിനെ നിക്ഷേപിച്ചു. അതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്, ഗർഭപാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അണ്ടവും ബീജവും യോജിച്ച ശേഷം അതിനെ ഗർഭപാത്രത്തിൽ അള്ളാഹു നിക്ഷേപിക്കുന്നു. ഇലാ ഖദരിൻ മഅലൂം, ആ നിർണിതമായ കാലം 9 മാസം അല്ലെങ്കിൽ 10 മാസത്തിന് അടുത്തുള്ള കാലം, അത്രയും നിർണിതമായ കാലത്ത് ഗർഭപാത്രത്തിൽ നാം ആ വെള്ളത്തെ അഥവാ ആ കുഞ്ഞിൻ്റെ ആദ്യ രൂപത്തെ അള്ളാഹുവോടെ നിക്ഷേപിച്ചതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. ഇലാ ഖദരിൻ മഅലൂം, നിർണിതമായ ഒരു കാലം. ഖദർന, നാമാണ് കണക്കാക്കുന്നത്. ഫനിഅമൽ ഖാദിറൂൻ, എത്ര നല്ല കണക്കുകൂട്ടലാണ് നാം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കണക്കുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. വീണ്ടും വൈലുൻ യൗമഇദിലിൽ മുക്കദ്ദിബീൻ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണക്ക് വരെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു, സമയമാകുമ്പോൾ പ്രസവിച്ചു. ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? നിങ്ങളെ ഈ നിസ്സാരമായ വെള്ളത്തിൽ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങളെ മടക്കി കൊണ്ടുപോകാൻ ഒരു പ്രയാസമില്ല, വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കാനും യാതൊരു പ്രയാസമില്ല എന്ന് തെളിയിച്ചു തരാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും, വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. ഈ കഴിഞ്ഞതൊക്കെ അള്ളാഹു നിങ്ങളോട് ചോദിക്കും എന്ന് അള്ളാഹു കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ 10 പ്രാവശ്യം വൈലുൻ യൗമഇദിൽ മുക്കദ്ദിബീൻ എന്ന വാക്ക് ഇതിൽ ആവർത്തിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സർവശക്തനായ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.